നമസ്കാരം. വയനാട് ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യസഭയിലെയും ലോകസഭയിലെയും LDFിന്റെയും UDFിന്റെയും MP മാർ ഇന്ത്യ മുന്നണി അതിശക്തമായി തന്നെ വയനാട് ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഈ അവസരത്തിൽ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഒരക്ഷരം പോലും മിണ്ടാതെ നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോഴാ മുല്ലപ്പെരിയാർ വിഷയവും സഭയിൽ ഉന്നയിച്ചപ്പോൾ ആശാന് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ല. ഇന്ത്യ മുന്നണി അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അതായത് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സഭ നിർത്തിവെച്ച് ഇത് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അതായത് ഇതൊരു ജലബോംബാണ്, ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് രാജ്യം കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം തന്നെയാവും സംഭവിക്കാൻ പോകുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വിഷയത്തിൽ ഉടനെ തന്നെ ഒരു നടപടി ഉണ്ടാകണം എന്ന് ഇന്ത്യ മുന്നണി പറയുകയാണ്. ഒപ്പം ഈ വിഷയത്തിൽ കേരളം അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും, അതായത് കേരള സർക്കാർ തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ എന്തിനും തയ്യാറാണ്. പുതിയ ഡാം പണിയാമെന്ന നിർദ്ദേശം നിരവധി തവണ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ തമിഴ്നാടാണ് ഇത് തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാടിൻ്റെ ഒരു അനുമതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ പണി ആരംഭിക്കാൻ കഴിയും. ഏകദേശം 8-9 വർഷം എടുത്തിട്ട് നമുക്കിതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ ഈ ഒരു നിർദ്ദേശം അതൊന്ന് അംഗീകരിപ്പിക്കാൻ വേണ്ടി കേന്ദ്രം തയ്യാറാകണം, ഒന്ന് മുന്നിട്ടിറങ്ങണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ തന്നെ ഇനി ഒരു ബിൽഡ് ചെയ്യാനായിട്ട് ഏകദേശം 1400 കോടി രൂപയോളം ആവശ്യമായിട്ട് വരും നമുക്ക്. നേരത്തെ ആയിരുന്നെങ്കിൽ 600 കോടി മതിയായിരുന്നു, ഇപ്പോൾ 1400 കോടി രൂപ നമുക്ക് വേണം. അപ്പോൾ ഇത്തരത്തിൽ ഒരു വളരെ ഗൗരവകരമായിട്ടുള്ളൊരു കാര്യം, അതായത് കേരളത്തെ ബാധിക്കുന്ന, കേരള ജനതകളെ ബാധിക്കുന്ന വലിയൊരു ദുരന്തത്തെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണി അതിശക്തമായിട്ട് ശബ്ദമുയർത്തുമ്പോഴും സുരേഷ് ഗോപിയുടെ ശബ്ദം മാത്രം മുഴങ്ങി കേൾക്കാനേ ഇല്ല, ഒരു രീതിയിലും കേൾക്കുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടി പലരും ശ്രമം നടത്തുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടത്. രണ്ടാമതും DPR തയ്യാറാക്കാൻ പോവുകയാണ് നമ്മുടെ സർക്കാർ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സർക്കാർ നല്ല നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നതെന്ന് സഭയിലെ MP മാർ തന്നെ പറയുന്നുണ്ട്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ഡാം എന്ന് പറയുന്ന ആശയം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കാത്തത് തമിഴ്നാടാണ്. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ പണികളൊക്കെ നടത്തി മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അതിനൊരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാടിനെ അനുനയിപ്പിക്കാൻ കേന്ദ്രത്തിന് സാധിക്കും. പക്ഷേ കേന്ദ്രം എന്തുകൊണ്ടോ അതിന് തയ്യാറാകുന്നില്ല. അപ്പോൾ കേന്ദ്രം തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ ശബ്ദമുയർത്തിയത്. വരും ദിവസങ്ങളിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശബ്ദം ഉയർത്താനാണ് സാധ്യത. പക്ഷേ ഈ വിഷയത്തിൽ വേണമെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഇവിടുന്ന് ജയിച്ചു പോയിരിക്കുന്ന കേന്ദ്ര സഹമന്ത്രിയാണ്. ഇപ്പോൾ ഡാം പൊട്ടാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. തൃശ്ശൂരിനെ എന്നല്ല, സുരേഷ് ഗോപി ജീവിക്കുന്ന പുള്ളിയുടെ ജില്ലയായിട്ടുള്ള കൊല്ലത്തിനെ വരെ ബാധിച്ചേക്കാം. എന്നിട്ട് പോലും നമ്മുടെ കേരള ജനതയെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നിട്ട് പോലും ഒന്ന് ഒറ്റക്കെട്ടായിട്ട് ഐക്യത്തോടെ കേരളത്തിന് വേണ്ടി ഈ വിഷയത്തിൽ സംസാരിക്കാനോ ഒന്ന് ശബ്ദമുയർത്താനോ നമ്മുടെ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ചങ്ങാതി ഈ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് അവിടെ പോയിരിക്കുന്നത്, എന്തിനാണ് ഒരു കേന്ദ്ര സഹമന്ത്രിയായിട്ട് ഇരിക്കുന്നതെന്നൊക്കെ തോന്നിപ്പോവുകയാണ്. സുരേഷ് ഗോപിക്ക് ഇതാണോ പണി എന്നാണ് പലരും ചോദിക്കുന്നത്. വേറെ അവിടെ കുറേ പണിയുണ്ടെന്നാണ് പറയുന്നത്. സ്വന്തം നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന, സ്വന്തം നാടിനെ ബാധിക്കാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തെ തുടച്ചു നീക്കാൻ അയാൾക്ക് കഴിയുന്നില്ലെങ്കിൽ, അദ്ദേഹത്തിന് അതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഒന്ന് നാവനക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ, മിസ്റ്റർ സുരേഷ് ഗോപി, നിങ്ങൾ വല്ലാത്തൊരു ഡിസാസ്റ്റർ തന്നെയാണെന്ന് പറയാതെ വയ്യ. പറഞ്ഞു പോവുകയാണ് പല വിഷയങ്ങൾ കാണുമ്പോൾ. മഴ വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് കേട്ടോ. അതായത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പൊട്ടാതിരിക്കട്ടെ. ഇപ്പോൾ ഒരു റോഡ് പണിതു, ആ റോഡ് എപ്പോൾ പൊളിയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഒരു ഭൂചലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു റിക്ടർ സ്കെയിലിൽ ഏകദേശം 8 രേഖപ്പെടുത്തുന്ന ഒരു ഭൂചലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഡാമിന് എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് നിലവിൽ. ഇതൊക്കെ നന്നായി തന്നെ ഗവൺമെന്റിന് അറിയാം. ഒന്ന് ഇത്രയും ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു നാട് ഭരിക്കുന്ന ഗവൺമെന്റിനെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം മുന്നിൽ നിൽക്കുമ്പോൾ ആ പ്രശ്നത്തെ തുടച്ചു നീക്കാനാണ് ഒരു ഗവൺമെന്റ് എപ്പോഴും ശ്രമം നടത്തുക. അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും, UDF ആണെങ്കിലും LDF ആണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നിരന്തരം ആ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അവരുടെ സഹകരണമില്ലായ്മ, അതാണ് ഇതിന് ഏറ്റവും വിലങ്ങുതടിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇവിടെ എന്താണ് ഈ ചില BJP-കാർ കളിക്കുന്ന പ്രധാനപ്പെട്ട കളി? അതായത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയാണ്, ഇത് UDF സർക്കാരിൻ്റെ വീഴ്ചയാണ്, മാറി മാറി ഭരിച്ച സർക്കാരുകളൊക്കെ നമ്മളെ പറ്റിക്കുകയായിരുന്നു, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പേരും പറഞ്ഞ് രാഷ്ട്രീയം കളിക്കുകയായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്ന പുതിയൊരു തന്ത്രമെന്ന് പറയുന്നത്. അതായത് ഇതിലൂടെ അവർ ഒരു രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് BJP-ക്ക് ഒരു ബെൽറ്റ് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അരാഷ്ട്രീയവാദികളെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി പല ആളുകളും ശ്രമം നടത്തുന്നുണ്ട്. മഴ വരുമ്പോൾ മാത്രമാണ് ഈ മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ.
മഴ വരുമ്പോൾ മാത്രമാണെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വാർത്തയുള്ളൂ. മഴ വരുമ്പോൾ മാത്രമാണെന്നേ ആശങ്ക പടർത്തുന്ന രീതിയിലുള്ള ചില ഈ BJP IT സെല്ലുകളിൽ നിന്ന് അല്ലെങ്കിൽ BJP ഏജന്റുമാരായിട്ടിരിക്കുന്ന ചില മറുനാടന്മാരൊക്കെ ഈ വിഷയമൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നുള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി തന്നെ പാർലമെന്റിൽ നമ്മുടെ MP-മാർ ഈ ശബ്ദം ഉയർത്തുന്നുണ്ടെന്ന് എന്തുകൊണ്ട് ഇവർ പറയുന്നില്ലെന്ന്. അപ്പോൾ ജനങ്ങളെ പാനിക്കാക്കുക, ജനങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിലേക്ക് ഒരു മാനസികാവസ്ഥയിലേക്ക് തള്ളിവിടുക. അപ്പോൾ അവിടെ ഒരു പൊതുവായിട്ടുള്ള വികാരം ഉണർന്നു വരുമല്ലോ, സർക്കാരിനെതിരെയുള്ള വികാരം, അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള MP-മാരോടുള്ള ഒരു വികാരം. ആ വികാരം ഉണർത്തിയെടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതിനെയൊക്കെ ഈ ജനങ്ങളെയൊക്കെ അവർക്ക് എതിരാക്കി നിർത്തുക എന്നത് മാത്രമാണ് അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമുക്ക് ഒരേ ഒരു കാര്യം മാത്രമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. നമ്മുടെ മുമ്പിൽ ഒരു കേന്ദ്രമന്ത്രി ഇപ്പോൾ ഉണ്ട്, കേന്ദ്ര സഹമന്ത്രിയുണ്ട്. അദ്ദേഹം അതിശക്തമായി വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതുണ്ട്, സംസാരിച്ച് ഇതിലൊരു തീർപ്പാക്കേണ്ടതുണ്ട്. ഇതൊരു വലിയൊരു ഇതിപ്പോൾ നമ്മളെ എല്ലാവരെയും ബാധിക്കാൻ സാധ്യതയുള്ള, അതായത് ഇവിടെ ജീവിക്കുന്ന എല്ലാവരെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. ഈ ഡാം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം എല്ലാവർക്കും വലിയ പ്രശ്നമാണെന്നേ, എല്ലാവരും തീരുന്നേ, അല്ലാതെ ആരും രക്ഷപ്പെടില്ല. അപ്പോൾ എല്ലാവരും തീരുന്ന ഒരു പ്രശ്നത്തിന് ഈ പറയുന്നത് പോലെ എല്ലാവരും അങ്ങ് മാറിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. എല്ലാവരും ഇപ്പൊ എന്താ പറയാ, എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ എല്ലാ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നു, എന്നാൽ അങ്ങനെ പോട്ടെ എന്നോർത്താണ് എല്ലാവരും ഇരിക്കുന്നത്. എല്ലാവരും അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാ രീതിയിലുള്ള പ്രതിരോധങ്ങളും തീർക്കാനല്ലേ ശ്രമം നടത്തുക. നമ്മളൊക്കെ മരിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണോ? അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ കുറച്ചൊക്കെ ബുദ്ധി നമ്മൾ പ്രയോഗിക്കുന്നത് നല്ലതാണ്. അതായത് നമ്മുടെ സർക്കാർ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, MP-മാർ പ്രവർത്തിക്കുന്നുണ്ട്, ഒരാളെ ഞാൻ മാറ്റിയെടുത്തുന്നില്ല, എല്ലാവരും നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്രം ഒരു നല്ല രീതിയിലുള്ള തീരുമാനമെടുത്ത്, ഉചിതമായ തീരുമാനമെടുത്ത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീർപ്പ് കൽപ്പിക്കാൻ, ഏതെങ്കിലും രീതിയിലേക്ക് ഒരു അനുകൂലമായ ഒരു തമിഴ്നാടിൻ്റെ ഒരു മനോഭാവം മാറ്റിയെടുക്കാൻ കേന്ദ്രത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് കേന്ദ്രം ആ രീതിയിൽ ഒരു ശ്രമം നടത്തിയേ മതിയാകൂ. അല്ലാതെ ഇത് കേരള സർക്കാരിൻ്റെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ MP-മാരുടെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ പ്രത്യേക പ്രശ്നമൊന്നും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം വേറെ വലിയ നമുക്ക് ഭീതിജനകമായിട്ടുള്ള ഒന്നും തന്നെ ഇപ്പോൾ നിലവിൽ അവിടെ ഇല്ല. പക്ഷേ ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി സംഭവിച്ചേക്കാം, സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ചെറുക്കുക എന്നുള്ളതാണ്. വയനാട് നമുക്കൊരു വലിയ പാഠമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഈ ഒറ്റക്കെട്ടായിട്ടുള്ള ഈ ഇന്ത്യ മുന്നണിയുടെ നിപ്പ് അത് വളരെ നല്ലതാണ്. ശബ്ദങ്ങൾ ഉയരട്ടെ. നമ്മൾ ശബ്ദങ്ങൾ ഉയർത്തിയപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 12-ാം ദിവസമെങ്കിലും വയനാട്ടിലേക്ക് വരാൻ തയ്യാറായത്. ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത് വരെ, അതുപോലെ തന്നെ കേന്ദ്ര പാക്കേജുകൾ ആ ദുരിതബാധിതർക്ക് എത്തും വരെ ഇങ്ങനെ ഒറ്റക്കെട്ടായി ശബ്ദങ്ങൾ ഉയരട്ടെ. ഇത് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ ഇവിടെ നിന്ന് ജയിച്ചു പോകുന്നവർ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ പാർലമെന്റിൽ നിന്നിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നേ. കഴിഞ്ഞ തവണയൊക്കെ ഈ പറയുന്നത് പോലെ പല രീതിയിലുള്ള ഭിന്നസ്വരങ്ങളൊക്കെ പല LDF-നെ ആണെങ്കിലും UDF-ന്റെ ആണെങ്കിലും എടുത്തു നോക്കിയാൽ LDF-ന്റെ MP-മാരോട് UDF-ന്റെ MP-മാർ ചേരാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ 2 MP-മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നെല്ലാം മാറി. അതായത് അതിന് ഒരു വലിയൊരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് രാഹുൽ ഗാന്ധിക്ക് കൂടിയാണ്. കാരണം എല്ലാ രാഷ്ട്രീയവും മറന്നുകൊണ്ട് കേരളത്തിന് വേണ്ടി എല്ലാ MP-മാരും ഒത്തുചേർന്നിരിക്കുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച മീറ്റിംഗിൽ എല്ലാ MP-മാരും പങ്കെടുത്തുന്നേ. ബാക്കി അവരന്ന് അവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞത് ഇപ്പോൾ അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരും ഇതിനകത്ത് ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം നടത്താൻ ശ്രമം നടത്തുന്നില്ല. എന്തായാലും മിസ്റ്റർ സുരേഷ് ഗോപി, നിങ്ങൾ തൃശ്ശൂരുകാർക്ക് ഇതിലും വലിയൊരു പണി കൊടുക്കാനില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് പൊന്നു തൃശ്ശൂരുകാരെ അനുഭവിച്ചോ. ഇത് ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.